പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള രോഗങ്ങൾ ഹോമിയോ വീക്ഷണത്തിൽ. നേമം ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ മെറ്റീരിയ മെഡിക്ക വിഭാഗം റീഡർ ഡോക്ടർ ഉഷ KN സംസാരിക്കുന്നു. മനുഷ്യ ശരീരമെന്നത് ഒരത്ഭുത പ്രതിഭാസമാണെങ്കിലും ഘടനാപരമായി അപഗ്രഥിക്കുമ്പോൾ അന്നജം, മാംസ്യം, കൊഴുപ്പ്, ധാതുലവണങ്ങൾ, ജീവകങ്ങൾ, സൂക്ഷ്മമൂലകങ്ങൾ എന്നിവ ജലവുമായി ചേർത്തുണ്ടാക്കിയ ഒരു മിശ്രിതമാണെന്ന് മനസ്സിലാക്കാം. ഭൂമിയിൽ ഏതാണ്ട് 105ഓളം മൂലകങ്ങളുള്ളതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏകദേശം 40ഓളം സൂക്ഷ്മമൂലകങ്ങൾ മാത്രമാണ് മനുഷ്യ ശരീരത്തിൻ്റെയോ അതിൻ്റെ പ്രവർത്തനങ്ങളുടെയോ ഭാഗമായിട്ടുള്ളത്. ഇവയിൽ ഏറിയ പങ്കും നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ആഹാരത്തിലൂടെയാണ്. ബാഹ്യഘടകങ്ങളുടെ സഹായത്തോടെ നമ്മുടെ ശരീരത്തിൽ തന്നെ നിർമ്മിച്ചെടുക്കുന്നവയും ഉണ്ട്. പ്രധാന പോഷകങ്ങളായ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഇരുമ്പ്, സിങ്ക്, മഗ്നീഷ്യം, ജീവകങ്ങളിലായ A, B, C, D, E, K ഇവയുടെയും മാംസ്യം അഥവാ പ്രോട്ടീൻ്റെയും അപര്യാപ്തത രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു. പോഷകാഹാരക്കുറവുകൊണ്ടുള്ള അസുഖങ്ങൾ അഥവാ ഡെഫിഷ്യൻസി ഡിസീസസ് ഇന്നും വികസിത രാജ്യങ്ങളെ ഒരുപോലെ അലട്ടുന്ന പ്രശ്നമാണ്. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ് പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഗുണമേന്മയുള്ള ആഹാരത്തിൻ്റെ ലഭ്യതക്കുറവ്, കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷക ഗുണങ്ങൾ ശരിയായി ആഗിരണം ചെയ്യപ്പെടാതെയിരിക്കുന്ന അവസ്ഥ, ആഗിരണം ചെയ്യപ്പെടുന്ന പോഷകങ്ങൾ വേണ്ട വിധത്തിൽ സ്വാംശീകരിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥ, ഇവയാണ് അവ. നമുക്ക് ഓരോന്നും പരിശോധിക്കാം. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിലും ഉപഭോഗത്തിലും വിപ്ലവാത്മകമായ മാറ്റങ്ങൾ വന്നുവെങ്കിലും പോഷകമൂല്യങ്ങൾക്ക് ഇപ്പോഴും ലഭ്യതക്കുറവുണ്ട്. കാൽഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇരുമ്പ് തുടങ്ങിയ മൂലകങ്ങളുടെയും വൈറ്റമിൻ A, B, C തുടങ്ങിയ ജീവകങ്ങളുടെയും പോഷകമൂല്യങ്ങൾ ഇപ്പോഴുണ്ടാകുന്ന പഴം, പച്ചക്കറികളിൽ കുറവാണെന്ന് തുടർച്ചയായ പഠന ഗവേഷണ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. സംഭരണത്തിലും പാചകത്തിലും നാം അനുവർത്തിച്ചു വരുന്ന രീതികൾ പോഷണമൂല്യം വീണ്ടും കുറയാൻ ഇടയാക്കുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങൾ ദഹനശേഷം കുടലിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു. അനേകം രാസത്വരകങ്ങളുടെ സഹായത്താലാണ് ഈ ജൈവ രാസമാറ്റങ്ങൾ നടക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഈ രാസത്വരകങ്ങളുടെ അഭാവമോ അപര്യാപ്തതയോ ആഗിരണം വേണ്ട വിധത്തിൽ നടക്കാതിരിക്കാനും തന്മൂലമുണ്ടാകാവുന്ന അസുഖങ്ങളിലേക്കും എത്തിക്കുന്നു. ആഹാരത്തിൻ്റെ സ്വാദ്, നിറം ഇവ വർദ്ധിപ്പിക്കുന്നതിന് നാം ഉപയോഗിക്കുന്ന ചില ഘടകങ്ങൾ, ഭക്ഷണം കേടാകാതിരിക്കാൻ ചേർക്കുന്ന ചില ഘടകങ്ങൾ, ഇവയെല്ലാം മുൻപറഞ്ഞ രാസത്വരകങ്ങളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. മദ്യം, പുകയില, മയക്കുമരുന്ന് ഇവയുടെ അമിത ഉപഭോഗവും ആഗിരണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകമാണ്. ജീവകങ്ങളുടെയും ധാതുലവണങ്ങളുടെയും ആഗിരണത്തെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം പ്രായമാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും 65 മുകളിലുള്ള ആളുകളിലും സ്വാഭാവികമായി തന്നെ പോഷകാഹാരത്തിൻ്റെ ആഗിരണശേഷി കുറവാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതുപോലെ തന്നെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാര ലഭ്യത കുറവ്, ആഗിരണക്കുറവ് ഇവ രണ്ടുകൊണ്ടും പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പൊണ്ണത്തടിയുള്ളവർക്കും ആഗിരണ സ്വാംശീകരണ പ്രശ്നങ്ങൾ കൊണ്ട് അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. ആഗിരണം ചെയ്യാൻ ലഭ്യമായ ദഹനവ്യൂഹത്തിൻ്റെ, അതായത് പ്രധാനമായും ചെറുകുടലിൻ്റെ പ്രതല വിസ്തൃതി കുറയ്ക്കുന്ന തരത്തിലുള്ള ശസ്ത്രക്രിയകൾ, പ്രതലത്തിൻ്റെ സ്വാഭാവിക ഘടന നഷ്ടപ്പെടുന്ന തരത്തിലുള്ള റേഡിയേഷൻ ചികിത്സകൾ, മരുന്നുകളുടെ അഥവാ രാസസംയുക്തങ്ങളുടെ നിരന്തരമായ ഉപയോഗം ഇവയും ആഗിരണശേഷി കുറയ്ക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ജനിതക പ്രത്യേകതകൾ മൂലം നമ്മുടെ ശരീരത്തിൽ നിരവധി രാസപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത്തരം ചില രാസഘടകങ്ങൾ പോഷകമൂല്യ ആഗിരണത്തെയും സ്വാംശീകരണത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. മറ്റൊരു പ്രധാന ഘടകം നമ്മുടെ ജീവിത രീതികളിലും ദൈനംദിന താളക്രമത്തിലും വന്ന വ്യതിയാനമാണ്. രാത്രി ജോലി സമയത്തിലെ ആധിക്യം, തന്മൂലം സിർക്കാഡിയൻ സൈക്കിളിൽ വരുന്ന വ്യതിയാനങ്ങൾ, ഇതെല്ലാം നമ്മെ ബാധിക്കുന്നുണ്ട്. ഇത് എളുപ്പം മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം എടുക്കാം. നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ വ്യാപകമായി കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത. അതിൽ തന്നെ സ്ത്രീകളിൽ കാണുന്ന വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എല്ലിൻ്റെയും പല്ലിൻ്റെയും മാംസപേശികളുടെയും ബലക്ഷയം, അടിക്കടി ഉണ്ടാകുന്ന അണുബാധകൾ, തുടർച്ചയായ വർദ്ധിച്ച ക്ഷീണം, രോഗപ്രതിരോധ ശേഷിക്കുറവ് ഇവയൊക്കെയാണ് ഇതിൻ്റെ സാമാന്യ ലക്ഷണങ്ങൾ. ആഹാരത്തിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. അടുത്ത കാലത്ത് നടന്ന ഒരു പഠനം സൂചിപ്പിക്കുന്നത് ഉഷ്ണമേഖലാ രാജ്യമായിരുന്നിട്ടുകൂടി സൂര്യപ്രകാശത്തിൽ നിന്നും ആഹാരത്തിൽ നിന്നും
നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീക്ക് ലഭ്യമാകുന്ന വൈറ്റമിൻ ഡി ആവശ്യമുള്ളതിൻ്റെ 90% താഴെയാണ് എന്നാണ്. ആഹാരപദാർത്ഥങ്ങളുടെ പാചകരീതിയിലും അവ ഉപയോഗിക്കുന്ന രീതികളിലും വന്ന വ്യത്യാസങ്ങൾ, അന്തരീക്ഷ മലിനീകരണം മൂലം സൂര്യപ്രകാശത്തിനുണ്ടാകുന്ന വികിരണ വ്യത്യാസങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് സൂര്യപ്രകാശത്തിൻ്റെ തീവ്രതയിലും ലഭ്യതയിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇവയെപ്പോലെ തന്നെ സിർക്കാഡിയൻ സൈക്കിൾ വരുന്ന വ്യതിയാനങ്ങൾ മൂലം മെലാട്ടോണിൻ പോലെ വൈറ്റമിൻ ഡിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന രാസപദാർത്ഥങ്ങളുടെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇവയെല്ലാം ഈ ഡെഫിഷ്യൻസിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കാം. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് ഉപയുക്തമായ നിലയിൽ എത്തണമെങ്കിൽ 2 ഘടനാപരമായ മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട്. ഹൈഡ്രോക്സിലേഷൻ എന്നറിയപ്പെടുന്ന ഈ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് നമ്മുടെ കരളിലും വൃക്കകളിലും വെച്ചാണ്. ക്രോണിക് ലിവർ ഡിസീസോ ക്രോണിക് റീനൽ ഡിസീസോ ഉള്ളവർക്ക് ഈ പ്രവർത്തനങ്ങൾ ശരിയാവണ്ണം നടക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇവരിൽ വൈറ്റമിൻ ഡിയുടെ സ്വാംശീകരണം ഉണ്ടാകുന്നില്ല എന്നും നമുക്ക് കാണാം. വൈറ്റമിൻ ഡിയുടെയും കാൽസ്യത്തിൻ്റെയും ഒക്കെ സ്രോതസ്സായി കരുതപ്പെടുന്ന പാൽ പൂർണ്ണ രൂപത്തിൽ ഉപയോഗിക്കുന്നവർ ഇന്ന് വളരെ കുറവാണ്. സ്കിംഡ് മിൽക്ക് അഥവാ ടോൺഡ് മിൽക്ക് ഒക്കെ ആക്കി ഉപയോഗിക്കുമ്പോൾ വൈറ്റമിൻ ഡിയുടെ അളവ് പാലിൽ തുലവും കുറയുന്നതായി കാണാം. ഫോളിക് ആസിഡ്, ഫോളേറ്റ് എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന വൈറ്റമിൻ B9 20-നും 65-നും ഇടയിലുള്ള ജനങ്ങളെ പരിശോധിക്കുമ്പോൾ 15%-ലധികം പുരുഷന്മാരെയും 14%-ലധികം സ്ത്രീകളെയും ബാധിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. DNA, RNA തുടങ്ങിയവയുടെ നിർമ്മാണത്തിലും കോശങ്ങളുടെ വിഭജന പ്രക്രിയയിലും നിർണായക സ്വാധീനമുള്ള ഈ ജീവകത്തിൻ്റെ അപര്യാപ്തതയുടെ ഒരു പ്രധാന കാരണം കുടലിലുണ്ടാകുന്ന അണുബാധയും മറ്റസുഖങ്ങളുമാണ്. ഈ അസുഖങ്ങൾ ബാധിച്ചവരുടെ കുടലിലുണ്ടാകുന്ന ദഹനരസത്തിൻ്റെ വ്യത്യാസങ്ങൾ കുടലിൻ്റെ ആഗിരണപ്രതലത്തിൻ്റെ ഘടനയിൽ മാറ്റങ്ങളുണ്ടാക്കി ആഗിരണശേഷി കുറവുണ്ടാക്കുന്നു. വൈറ്റമിൻ B9 ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഇവരിൽ കണ്ടുവരുന്ന അസുഖമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി. വെള്ളത്തിൽ ലയിക്കുന്ന ഈ വൈറ്റമിൻ കുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതിന് ഇൻട്രിൻസിക് ഫാക്ടർ എന്നറിയപ്പെടുന്ന ഒരു രാസത്വരകം ആവശ്യമാണ്. ജനിതക പ്രത്യേകതകൾ കൊണ്ടോ ഓട്ടോ ഇമ്മ്യൂൺ രോഗബാധിതരോ ആയ ആൾക്കാരിൽ ഇൻട്രിൻസിക് ഫാക്ടറിൻ്റെ ഉൽപ്പാദനത്തിലെ കുറവ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി മൂലമുള്ള പെർനീഷ്യസ് അനീമിയ ഉണ്ടാക്കുന്നു. ഓട്ടോ ഇമ്മ്യൂൺ ഗാസ്ട്രൈറ്റിസ്, ആമാശഭിത്തിയിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ മൂലം ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന കുറവ് വൈറ്റമിൻ B12 പോലെ തന്നെ അയണിൻ്റെയും ആഗിരണത്തെ ബാധിക്കുന്നു. ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നീ കുടൽ രോഗങ്ങളും അയൺ, B12, B9, വൈറ്റമിൻ ഡി തുടങ്ങിയ വിവിധ പോഷക മൂല്യങ്ങളുടെ ആഗിരണത്തെയും സ്വാംശീകരണത്തെയും ബാധിക്കുന്നുണ്ട്. പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള രോഗങ്ങളിൽ ഹോമിയോപ്പതിയുടെ പ്രസക്തി എന്താണ് എന്ന് പരിശോധിക്കാം. പോഷകാഹാരക്കുറവുകൾ കൊണ്ട് ആഗിരണത്തിലും സ്വാംശീകരണത്തിലും ഉണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കാനാണ് ഹോമിയോപ്പതി നിലകൊള്ളുന്നത്. ജനിതക വൈകല്യങ്ങൾ കൊണ്ടും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കൊണ്ടും ഉള്ള ആഗിരണ സ്വാംശീകരണ കുറവുകൾക്ക് ഹോമിയോപ്പതിയിൽ വ്യക്തമായ പരിഹാര മാർഗങ്ങളുണ്ട്. നിതാന്ത രോഗങ്ങൾ അഥവാ ക്രോണിക് ഡിസീസസിൻ്റെ ചികിത്സയുടെ ഭാഗമായി ശക്തിയേറിയ രാസപദാർത്ഥങ്ങൾ തന്നെ വളരെക്കാലം തുടർച്ചയായി ഉപയോഗിക്കുന്നത് വഴിയുള്ള പാർശ്വഫലങ്ങൾ ലഘൂകരിക്കാൻ ഹോമിയോ മരുന്നുകൾക്ക് സാധിക്കും. അതുവഴി ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസസും ഹോമിയോ മരുന്നുകൾ കൊണ്ട് പരിഹരിക്കാനാകും. കുട്ടികളും പ്രായമായ ആളുകളും വളരെ കൂടുതൽ ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള വിഭാഗത്തിൽപ്പെടുന്നവരാണല്ലോ. അവർക്കും മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ എന്നിവർക്കും പാർശ്വഫലങ്ങൾ തുലോം കുറവുള്ള ഹോമിയോപ്പതി ചികിത്സ തേടാവുന്നതാണ്. ഓരോ വ്യക്തിയുടെയും ശാരീരിക മാനസിക പ്രത്യേകതകൾ മനസ്സിലാക്കി വളരെ കൃത്യതയോടെ ചെയ്യുന്ന ഹോമിയോപ്പതി ചികിത്സ മറ്റേതൊരു ക്രോണിക് ഡിസീസിനെ പോലെ ഡെഫിഷ്യൻസി ഡിസീസിനും വളരെ ലളിതവും ഫലപ്രദവും സുരക്ഷിതവും ചിലവ് കുറഞ്ഞതുമായ ചികിത്സ വാഗ്ദാനം ചെയ്യുന്നു. പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള രോഗങ്ങൾ ഹോമിയോ വീക്ഷണത്തിൽ. നേമം ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ മെറ്റീരിയ മെഡിക്ക വിഭാഗം റീഡർ ഡോക്ടർ ഉഷ KN സംസാരിക്കുകയായിരുന്നു ഇതുവരെ.